ബാങ്ക്വറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം തുടർമാനമായി ചിന്തിച്ച് വരുന്ന സമ്പത്തും ദൈവപൈതലും എന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച സമ്പത്തിൻ്റെ അപകടത്തെക്കുറിച്ചാണ്. നാം ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു, സമ്പത്തിനല്ല അപകടമുള്ളത്, സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം സംബന്ധിച്ചാണ്. അതിനെക്കുറിച്ചും അതിൻ്റെ കാര്യവിചാരകത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. നമ്മൾ പ്രധാനമായി ചിന്തിച്ച ഒരു കാര്യം, പലപ്പോഴും സമ്പത്തിനെക്കുറിച്ചുള്ള വിചാരമുള്ളൊരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, അവന് ദൈവത്തിന് അവൈലബിൾ ആകാൻ കഴിയത്തില്ല, അവന് ദൈവത്തിന് ഫ്ലെക്സിബിൾ ആകാൻ കഴിയത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കാനിടയായി തീർന്നു. ഇന്ന് നാം അതോടുള്ള ബന്ധത്തിൽ വീണ്ടും ചിന്തിക്കുന്നത്, സമ്പത്ത് എന്ന് പറയുന്ന ഒന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, വരുവാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി കൂടെയാണ് എന്നൊക്കെ നാം കഴിഞ്ഞ പല ക്ലാസ്സുകൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ മനോഭാവങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതിനും ഒരു ക്രിസ്തീയ വളർച്ചയിൽ നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ മോട്ടീവ്, അതിൽ നമ്മളെ പ്യൂരിഫൈ ചെയ്യേണ്ടതിനും കൂടെയാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മളിന്ന് ആ ഒരു ഭാഗം കൂടെ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് വ്യക്തമായിട്ട് പറയുന്ന ഒരു പദപ്രയോഗവും ഒരു കൽപ്പനയും ഒക്കെയുണ്ട്. അത് തിമോത്തിയോസ് ലേഖനത്തിലാണ്. അത് തിമോത്തിയോസ് ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ പല പ്രാവശ്യം ഇത് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3-4 പ്രാവശ്യം നമ്മൾ ഇതേ വാക്യത്തിൽ നിന്ന് പല പ്രാവശ്യം ചിന്തിച്ചതാണ്. ഈ ലോകത്തിലെ ധനവാന്മാരോട് എന്ന് പറഞ്ഞാണ് പൗലോസ് അവിടെ തിമോത്തിയോസിനോട് ചിലരെ അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ലോകത്തിലെ ധനവാൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ധനികന്മാരുണ്ട്. ഒന്ന് ഈ ലോകത്തിലുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തിലുമുണ്ട്. നമ്മൾ ഈ ലോകത്തിലെ ധനവാന്മാരായി തീർന്നു പോകരുത്. ഈ ലോകത്തിലെ ധനം ചിലവഴിച്ച് സ്വർഗീയ സമ്പന്നരായി തീരണം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ധനവാന്മാരുടെ ഒന്ന്, സമ്പത്തിൻ്റെ മനോഭാവത്തിലൂടെ നമുക്ക് വരുന്ന അപകടം ഉന്നതഭാവം. ഉന്നതഭാവം എന്ന് പറയുന്ന ഒരു പദം അവിടെ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. എന്താ ഉന്നതഭാവം? ഞാൻ മറ്റുള്ളവരെക്കാൾ ഏതൊക്കെയോ ചില കാര്യങ്ങളിൽ ഉയർന്നവനാണ് എന്നുള്ളൊരു മനോബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് നമ്മുടെ കരത്തിൽ ലഭിക്കുന്ന സാമ്പത്തികമായ നന്മകൾ നിമിത്തവും ജീവിതത്തിൻ്റെ ഏതെങ്കിലും മനുഷ്യർ ഉയർച്ചയെന്ന് പറയുന്ന കാര്യങ്ങൾ നിമിത്തവും വന്നാൽ ബൈബിൾ അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അല്പം കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, മനുഷ്യൻ ഈ ഉയർന്നതെന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അധികാരമുള്ളവൻ വലിയവനാണ്. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയേ, അധികാരമുള്ള ഒരുവൻ വലിയവനാണ്. നമ്മൾ അവനെ എല്ലാം സാറേന്ന് വിളിക്കും, അവരെയെല്ലാം സാറേന്ന് വിളിക്കും, അല്ലേ? അടുത്തത്, സമ്പത്തുള്ളവൻ വലിയവനാണ്. നമ്മൾ സാറേ എന്നൊന്നും വിളിച്ചില്ലേ, അച്ചായ എന്ന് വിളിക്കും. മലയാളത്തിലൊക്കെ നമ്മൾ അല്പം കാശൊക്കെ ഉള്ളവരെ അച്ചായ എന്ന് വിളിക്കുന്നത്. ഇനിയും ഇപ്പം അധികാരം നമ്മൾ പറഞ്ഞു, സമ്പത്ത് നമ്മൾ പറഞ്ഞു, ഇനിയും ശക്തിയുള്ളവൻ, അതുപോലെ സ്വാധീനമുള്ളവൻ, അതുപോലെ സൗന്ദര്യമുള്ളവൻ, കുലീനതയുള്ളവൻ, ഇങ്ങനെ ഒരു 6-7 കാറ്റഗറി നമ്മൾ ഒന്നിച്ചു കൂട്ടി ലോകത്തിൽ വലിയവരെന്ന് ലോകക്കാർ പറയുന്നൊരു കൂട്ടമുണ്ട്. ഇതിൻ്റെ എല്ലാം പിമ്പിൽ പ്രവർത്തിച്ചത് പണമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആരോഗ്യമുള്ളവൻ, സൗന്ദര്യമുള്ളവൻ, സമ്പത്തുള്ളവൻ, അധികാരമുള്ളവൻ, കുലീനതയുള്ളവൻ എന്നിങ്ങനെ തുടങ്ങി ഈ കാര്യങ്ങൾക്കകത്തെല്ലാം അതിൻ്റെ പിൻപിൽ ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഉയർത്തി നിർത്തുന്നത് അവൻ്റെ സമ്പത്താണ്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്, ഈ ലോകത്തിൽ നിശ്ചയമല്ലാത്ത ഈ ധനത്തിൽ ആശ്രയിച്ചിട്ട് നിങ്ങൾ ഉന്നതരാണെന്ന് നിങ്ങൾ പറയരുത്, നിങ്ങൾ ഉന്നതഭാവം കാണിക്കരുത്. കാരണം നിങ്ങളുടെ കരത്തിൽ വരുന്ന സമ്പത്ത് മറ്റൊരാളേക്കാൾ കൂടുതൽ നിങ്ങളെ ഉന്നതരാക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ കാര്യത്തിലുള്ള സമ്പത്തിനെ നിങ്ങൾ ദൈവഹിതപ്രകാരം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും വരുവാനുള്ള ലോകത്ത് നിങ്ങൾ ഉന്നതരായിരിക്കും. അതുകൊണ്ട് പൗലോസ് അവിടെ സമ്പത്തിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. ഉന്നതഭാവം
ഒരു നിഗളഭാവം സൃഷ്ടിപ്പാൻ ഇടയുണ്ട്. ഇനി ഉന്നത ഭാവമുള്ളവരുടെ പ്രത്യേകത എന്താ? അവരും ഒരു ദരിദ്രനെ സഹായിക്കില്ലെന്നല്ല. ഞാനോ നിങ്ങളോ ഉന്നത ഭാവമുള്ള ഒരുവനാണെങ്കിൽ ഞാൻ മറ്റൊരാൾക്ക് നൽകുമ്പോൾ, ഒരാവശ്യക്കാരന് നൽകുമ്പോൾ പോലും ഞാൻ നൽകി എന്നുള്ളതാണ് അവിടെ ധ്വനിക്കുന്നത്. അഥവാ എന്നിലൂടെ ദൈവം ഇടപെട്ടെന്നോ എന്നെ ദൈവം ഉപയോഗിച്ചെന്നോ എന്നുള്ളതിനേക്കാൾ ഞാൻ നൽകി, ഞാൻ കൊടുത്തു, ഞാൻ സഹായിച്ചു. അവിടെ ആ സെൽഫിനെ, സ്വയത്തെ ഉയർത്തുന്ന ഒരു പ്രതീതി ഉണ്ടാകും. എന്നാൽ നിങ്ങൾക്കറിയാമോ, നാം തിരുവചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ നാം എന്തിലൊക്കെ പുകഴുവാനിടയായോ, ഏതൊക്കെ ദാനങ്ങളിൽ നാം പ്രശംസിച്ചോ, അതിലൊന്നും തന്നെ നമുക്ക് സ്വർഗീയ പ്രതിഫലമില്ല. എന്നാൽ ഞാൻ ചെയ്യുക എന്നതിനേക്കാൾ എന്നിലൂടെ കർത്താവ് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ്, അതാണ് ഒരു യഥാർത്ഥ കാര്യവിചാരകന്റെ മനോഭാവം എന്ന് പറയുന്നത്. അപ്പൊ സമ്പത്ത് വരുത്തുന്ന ഒരു അപകടമാണ് ഉന്നത ഭാവം. അവിടെ ഞാൻ എന്നുള്ള ആ ഒരു സത്ത ഉയർന്നു നിൽക്കുക. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും മറ്റുള്ളവരെ ഒരു സമാന ചിന്താഗതിയോടെ കാണുവാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവികമല്ല. സമ്പത്ത് നിമിത്തം ഒരിക്കലും നാം ഉന്നതന്മാരാകുന്നില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കാം. ഇനി അടുത്ത വാക്കിൽ പൗലോസ് പറയുന്നു, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. നിശ്ചയമില്ലാത്ത ധനം. നിങ്ങളുടെ കരത്തിൽ സമ്പത്ത് ലഭിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ധനം ലഭിക്കുന്നെങ്കിൽ, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കരത്തിൽ ലഭിക്കുന്ന ക്യാഷ് അല്പം മുമ്പ് ഇത് ആര് എന്തിനു വേണ്ടി ഉപയോഗിച്ചതാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഇനിയും നിങ്ങളുടെ കരത്തിൽ ലഭിക്കുന്ന ക്യാഷ് ഇനിയും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്കറിയത്തില്ല. കാരണം ആ ക്യാഷിലൊന്നും നിങ്ങളുടെ പേരെഴുതിയിട്ടില്ല. നിങ്ങളുടെ കരത്തിൽ ലഭിച്ച ഒരു കറൻസിയിൽ പോലും നിങ്ങളുടെ പേരില്ല. പക്ഷെ അത് കരത്തിൽ ലഭിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടേതാണെന്ന്. അല്പം കഴിഞ്ഞാൽ ചിലവഴിക്കപ്പെടുന്നു. അതെങ്ങോട്ട് പോയെന്നോ ആരുടെ കൈകളിൽ എത്തിയെന്നോ ഒന്നും നാം ചിന്തിക്കാറ് പോലുമില്ല. നാം അതിനെ മറക്കുകയാണ്. ഇത് നിശ്ചയമില്ലാത്ത ധനമാണ്. എപ്പോൾ കരത്തിൽ വരുമെന്നോ, എന്തിനാ ഉപയോഗിക്കപ്പെടുമെന്നോ, ഇതിനി എവിടേക്ക് പോകുമെന്നോ, എത്ര ഒരു സർട്ടൺ എമൗണ്ട് എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുമെന്നോ, ഞാൻ ചെലവഴിക്കുമെന്നോ ഒന്നും അറിയയില്ല. ഇതിനൊരു നിശ്ചയവുമില്ല. ഇവിടെ പൗലോസ് ഇപ്രകാരം പറയുകയാണ്, സമ്പത്തിന്റെ അപകടമാണ്, നിശ്ചയമില്ലാത്ത ധനമാണ്. ആ നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ വെക്കുന്ന ഒരുത്തന് ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കാൻ കഴിയത്തില്ല. അപ്പൊ ദൈവാശ്രയം നഷ്ടപ്പെടുത്തുവാൻ കഴിയുന്ന ഒന്നാണ് സമ്പത്ത്. അവിടെ നാം നമ്മിൽ ആശ്രയിക്കും. നാം നമുക്ക് ദൈവമായി തീരും. അതുകൊണ്ട് തന്നെ ദ്രവ്യാഗ്രഹം ഒരു തരത്തിൽ വിഗ്രഹാരാധനയാണ്. ഈ ഒരു മനോഭാവം വളരെ അപകടം വരുത്തുന്നതാണ്. അപ്പൊ ഇതിനെന്താ പ്രതിനിധി? ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്, ഞാൻ ഒരു നല്ല കാര്യവിചാരകനാണെന്നുള്ള തിരിച്ചറിവിൽ മാത്രം മുമ്പോട്ട് പോവുക. ഒന്നും എൻ്റേതല്ല. ഇത് പലവരും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചതാണ്. പല എപ്പിസോഡുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീണ്ടും ജനനത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ ഭൂമിയിൽ നാം ഇനി ഒന്നിനും ഉടമസ്ഥരല്ല. മറിച്ച് സകലതും ദൈവത്തിൻ്റെതും, അഥവാ സകലതും കർത്താവിൻ്റെതും, നാം അതിൻ്റെ ഗൃഹ വിചാരകന്മാരും ആണ് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. ഇനിയും വീണ്ടും ജനനാനുഭവം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവൻ ഏക ലക്ഷ്യമേ ഉള്ളൂ. ആ ഏക ലക്ഷ്യം തൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുക. രണ്ടാമത് ലക്ഷ്യമില്ല. ഇതുകൊണ്ടാണ് യേശു കർത്താവ് വളരെ തീർപ്പ് കൽപ്പിച്ച് പറയുന്നത്. നമ്മളത് ലൂക്കോസിന്റെ സുവിശേഷത്തിനും മത്തായിയുടെ സുവിശേഷത്തിനും വ്യക്തമായി കാണുന്നുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന ഒരുവൻ തന്നെത്താൻ ത്യജിക്കണം. അങ്ങനെ തന്നെത്താൻ ത്യജിച്ച്
തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ എന്താ ഈ കർത്താവിന്റെ പിന്നാലെ പോകുന്ന ഒരു ദൈവവേദനയുടെ യോഗ്യത എന്താ? നമ്മൾ ഈ പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കർത്താവിനെ പോലെ ആകുവാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്, നമ്മെക്കുറിച്ചുള്ള ഉത്തരവാദിത്വമാണ് കർത്താവിനെ പോലെ ആകുക. നമ്മുടെ ക്രിസ്തീയ ജീവിതം കർത്താവിനെ പോലെ ആകുവാനുള്ളൊരു പ്രയാണത്തിലാണ്. അവിടെ നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശു കർത്താവിനെ പോലെ ആകുക. ഭൂമിയിൽ യേശുവിനെ പോലെ ആകുവാനുള്ള ആ പ്രയാണത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് രക്ഷാനുഭവത്തിലൂടെയാണ്. യേശു നമ്മോട് പറഞ്ഞു, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അതിൻ്റെ അർത്ഥം ഓരോ ശിഷ്യനും ഗുരുവിനെ പോലെ ആകണം. ഇത് ഓരോ വിശ്വാസിക്കും ബാധകമാണ്, ഓരോ ദൈവവൈതലിനും ബാധകമാണ്. ഇവിടെയാണ് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തിൻ്റെ അപകടം ശിഷ്യത്വത്തിന് വിലങ്ങുതടിയാകും. നാം സമ്പത്തിനെ ആശ്രയിക്കുമ്പോൾ നാം മറ്റുള്ളവരെക്കാൾ ഉന്നതന്മാരാണെന്ന് നാം ചിന്തിക്കുമ്പോൾ നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ്രയിച്ചിട്ട് നാം നമ്മെ തന്നെ അനുസരിച്ചു പോവുകയാണ്. എവിടെയെല്ലാം നാം നമ്മെ അനുസരിക്കുന്നു അവിടെയൊന്നും നമുക്ക് ദൈവത്തെ അനുസരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം അതൊരു കാര്യവിചാരകത്വ മനോഭാവത്തോടെ നാം അതിനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വ മനോഭാവത്തെ ബാധിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, നമുക്ക് കർത്താവിനെ വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. എല്ലാ ഇടങ്ങളിലും യേശു നമ്മുടെ കർത്താവെന്ന് വാക്കുകൊണ്ട് നാം ഏറ്റുപറയുമ്പോഴും നാം തന്നെ നമ്മുടെ കർത്തൃത്വം വെളിപ്പെടുത്തുകയാണ്. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയെല്ലാം യേശു കർത്താവിനെ കർത്താവെന്ന് നാം വിളിക്കുകയും നാം നമ്മിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നാം നമ്മുടെ ക്യൂരിയോസ് അഥവാ കർത്താവായി തീരുകയാണ്. പലപ്പോഴും അതിന് പിമ്പിൽ പതിയിരിക്കുന്ന ഒരു ആത്മീക അപകടത്തെ വിശ്വാസികൾ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് സമ്പത്തിലുള്ള അതിയായ ആശ്രയം ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തിന് എതിരാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇപ്രകാരം തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, നിശ്ചയമില്ലാത്ത ധനത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്, അതിൻ്റെ ഭദ്രതയെ നിങ്ങൾ വിശ്വസിക്കരുത്. ഈ ധനികനായ ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് ഓർപ്പിച്ചത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവനായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ആശകളെയും അവൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികളെല്ലാം എല്ലാം നിയന്ത്രിച്ചിരുന്നത് ദൈവമല്ല, മറിച്ച് അവൻ്റെ സമ്പത്താണ്. അതുകൊണ്ട് വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തി അവൻ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു തത്വമാണ് പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, മാത്രമല്ല വീണ്ടും ജന്മാനുഭവം പ്രാപിച്ച വലിയൊരു കൂട്ടം സഹോദരന്മാർ, ഈ ഒരു വലിയ കുടുംബത്തിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. അവിടെ നമുക്കുള്ള ഏക ഡ്യൂട്ടി എന്ന് പറയുന്നത് കർത്താവിനെ പോലെ ആകുക. മറ്റൊരു ഡ്യൂട്ടി നമുക്കില്ല. ഈ ലോകത്തിൽ മറ്റൊന്നും ആകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സമ്പത്തിന്റെ വഞ്ചന എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മറ്റു ചിലതാകുവാനും മറ്റ് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ അത് നമ്മെ ഉദ്യമിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ കുറിച്ചുള്ള മനോഭാവത്തിൽ നാം മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. ഇതാണ് അവിടെ സമ്പത്തിന്റെ വഞ്ചനയെക്കുറിച്ച് ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ സാമ്പത്തിക തത്വങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് സമ്പത്ത് ഉപയോഗിക്കേണ്ടത്, നമ്മൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചല്ലോ. ഇനിയും എന്താണ് ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം? അതിൽ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് നമ്മൾ വിചാരമില്ലാത്തവരായിരിക്കണമെന്നാണ്. യഥാർത്ഥ ദൈവഭക്തി എന്താണെന്ന് തിരുവചനം
ബൈബിളിൽ പലയിടങ്ങളിൽ ഓർപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ ഭക്തന് നാളെയെക്കുറിച്ച് വിചാരങ്ങളില്ല. അവൻ്റെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള തിരിച്ചറിവിലാണ് അവൻ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ കരത്തിൽ ലഭിക്കുന്ന സമ്പത്തിനെ കുറിച്ച് അവന് വ്യക്തമായ ധാരണയുണ്ട്. ഇന്നത് അവൻ്റെ കരത്തിൽ നൽകിയ അതേ ദൈവം തന്നെ നാളെ അവനെ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് അവനുണ്ട്. അതുകൊണ്ട് അവൻ്റെ ആകുലതകൾ തീർന്നു പോവുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും നാളെയെക്കുറിച്ച് ആകുലതയുള്ളവരാണെങ്കിൽ ഈ തിരുവചനപ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപക്ഷേ നിങ്ങളുടെ കരത്തിൽ സമ്പത്തില്ലായിരിക്കാം, നിങ്ങൾ ദരിദ്രന്മാരെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, എങ്കിലും സമ്പത്ത് തന്നെയാണ് നിങ്ങളുടെ ദൈവം. എന്നാൽ യേശുക്രിസ്തു നമുക്ക് കർത്താവായിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലിയൊരു പ്രൊവിഷൻ നമുക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. എന്താ ഈ സാമ്പത്തിക തത്വങ്ങൾ ബൈബിളിൽ പറയുന്നത്? അതിൽ ഒന്നാമത് നമ്മളോട് ഓർപ്പിക്കുന്നത് തന്നെ സംതൃപ്തിയെക്കുറിച്ചാണ്. അത് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ടല്ലോ, ഈ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു എന്നൊക്കെ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ടല്ലോ. അവിടെ അലംഭാവം എന്നുള്ളത് നല്ലൊരു മലയാളം വാക്കാണ്, കണ്ടേൺമെന്റ്. ഒന്നുകൂടി പറഞ്ഞാൽ സംതൃപ്തി, സംതൃപ്തമായ ദൈവഭക്തി. ഒന്നുകൂടി പറഞ്ഞാൽ അന്നന്നത്തേത് എനിക്ക് മതി, മറ്റുള്ളത് ഞാൻ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കും, മിച്ചമുള്ളത് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കും. ആ ദൈവഭക്തി, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു. ആദായം എന്ന് പറഞ്ഞാൽ ലാഭം. ലാഭമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലല്ല, വരുവാനിരിക്കുന്ന ലോകത്തിൽ അത് വലിയ ആദായമാകുന്നു. ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുക. സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി വലിയ ആദായമാകുന്നു. എവിടെ? വരുവാനുള്ള ലോകത്തിൽ. അപ്പൊ ആ വരുവാനുള്ള ലോകത്തിലേക്ക് ആദായം ഉണ്ടാകേണ്ടതിന് ഞാൻ ഈ ലോകത്തിൽ വെച്ച് ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. ശേഷമായിട്ട് ഈ സംതൃപ്തിയെക്കുറിച്ച് പൗലോസ് ഓർപ്പിക്കുമ്പോൾ നാളത്തേക്ക് വേണ്ടി അതിനെ ആദായമാക്കുവാൻ പറയുമ്പോൾ കൂടുതൽ നേടുവാൻ പരിശ്രമിക്കുന്ന, ലോകത്തിൽ അല്പം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനോഭാവത്തെ അപ്പോസ്തലൻ എതിർക്കുന്നുണ്ട്. അപ്പൊ ഉള്ളതിൽ തൃപ്തിപ്പെടുക, ബാക്കിയുള്ളത് നാളേക്ക് വേണ്ടി നിക്ഷേപിക്കുക. ആ നാളുകളെന്ന് പറയുന്നത് നമ്മുടെ വരുവാനുള്ള ജീവിതം. ഇത് വളരെ ലളിതമായിട്ട് തിരുവചനം നമ്മെ ഓർപ്പിക്കുക. രണ്ടാമത്തത് ബൈബിൾ തരുന്നൊരു തത്വമാണ് ഔദാര്യവും പങ്കുവെക്കലും. അപ്പം ദൈവം ഔദാര്യമുള്ളവനാണെന്ന് അറിയേണ്ടത് ഈ കടലും കരയും നക്ഷത്രങ്ങളും സൂര്യനെയും ഒക്കെ ഉണ്ടാക്കിയ ദൈവത്തെ കണ്ടിട്ടൊന്നും അല്ല. മറിച്ച് ദൈവം ഔദാര്യമുള്ളവനാണെന്ന് മറ്റുള്ളവരറിയേണ്ടത് നമ്മിലൂടെയാണ്. നമ്മുടെ ഔദാര്യം കണ്ടിട്ടാണ്, നമ്മുടെ ജനറോസിറ്റി, നമ്മുടെ ഉദാരമനസ്കത കണ്ടിട്ടാണ് ദൈവം പ്രൊവൈഡ് ചെയ്യുന്നവനാണ്, കരുതുന്നവനാണ്, ആവശ്യങ്ങൾ കൂടെ ഇരിക്കുന്നവനാണ് എന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പൊ ലോകത്തെ അത് മനസ്സിലാക്കിക്കുവാൻ വേണ്ടി ലോകത്തിന് ദൈവം കൊടുത്ത ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് നമ്മൾ. നമ്മളെ വായിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ഔദാര്യം. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിന് കൊടുക്കുന്നവരാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. ഈ ലോകത്തിന്റെ വെളിച്ചം എന്നുള്ള പദം എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ വെളിച്ചങ്ങളും സൃഷ്ടികളെ കാണിക്കുകയാണ്. സൂര്യൻ ദൈവത്തിന്റെ മറ്റ് സൃഷ്ടികളെ നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷെ നാം സൃഷ്ടികളെ അല്ല വെളിപ്പെടുത്തുന്നത്, നമ്മിലെ വെളിച്ചം സാക്ഷാൽ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്താണെന്നറിയാം? നമ്മളോട് ഇടപെടുന്നവരെല്ലാം കർത്താവ് ആരാണെന്ന് അറിയുന്നു, പിതാവായ ദൈവം ആരാണെന്ന് അറിയുന്നു, ദൈവ സ്നേഹം എന്താണെന്ന് അറിയുന്നു. നമ്മൾ ഇടപെടുന്നവർ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മോട് ഇടപെടുന്നവരെല്ലാം ദൈവത്തിന്റെ ദീർഘക്ഷമ എന്തെന്ന് അറിയുന്നു.
ദൈവത്തിൻ്റെ കരുണ എന്തെന്ന് അറിയുന്നു, ദൈവത്തിൻ്റെ ഔദാര്യം എന്തെന്ന് അറിയുന്നു. ഇതെല്ലാം നമ്മിലൂടെ വെളിപ്പെടുകയാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ പേരാണ് ആത്മീക ജീവിതം. കർത്താവ് അതിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. അതിന് വിഘാതമായി നിൽക്കുന്നതാണ് സമ്പത്ത്. എന്നാൽ ആ സമ്പത്തിനെ ദൈവിക വെളിപ്പാടോടുകൂടി ഉപയോഗിക്കുന്നവർക്ക്, അവർക്കാണ് ഒന്ന് സംതൃപ്തി അനുഭവിപ്പാൻ കഴിയുന്നത്. രണ്ടാമത്തത് നമ്മളിപ്പോൾ ചിന്തിച്ചു, ഔദാര്യവും പങ്കുവെക്കലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉദാര മനസ്സോടെ കൂട്ടായ്മ കാണിക്കുക. പങ്കുവെക്കൽ എന്ന് പറഞ്ഞ കൂട്ടായ്മ, കൊയിനോണിയ എന്നൊരു പദമാണ് ഗ്രീക്കിൽ. അത് വിശ്വാസികൾ തങ്ങളിൽ ദൈവിക നന്മകളെ പങ്കിടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കൂട്ടായ്മ. ദൈവത്തിന് നമ്മോട് പറഞ്ഞു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വിധ യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്ന് തിരുവചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ദൈവ പൈതലിന്റെ ജീവിതം അത് ബാലൻസ്ഡ് ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, വചനം വളരെ നിഷ്കർഷയോടെ നമ്മോട് പറയുന്നുണ്ട്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കരുത്. ബൈബിളിൽ, മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്ന വേല ചെയ്യാത്തവൻ തിന്നുകയും അരുത് എന്നൊരു പദമാണ്. ഞാനതിൻ്റെ മറ്റൊരു പദപ്രയോഗം നടത്തിയെന്നേ ഉള്ളൂ. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കരുത്. അപ്പോൾ ബൈബിളിൽ നമ്മോട് പറയുന്നൊരു കാര്യമാണ്, വേല ചെയ്തവൻ മാത്രമേ ഭക്ഷിക്കാവൂ, അല്ലാത്തവന് ഭക്ഷിക്കാൻ അനുവാദമില്ല. അപ്പോൾ ഒരു ദൈവ പൈതൽ അവൻ്റെ വിയർപ്പിൽ നിന്നുള്ളത്, അവൻ്റെ അധ്വാനത്തിൽ നിന്നുള്ളത് മാത്രമേ ഭക്ഷിക്കാവൂ. അവൻ ദാനങ്ങൾ ആഗ്രഹിക്കരുത്. ഇത് വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നവരായിക്കോട്ടെ, പക്ഷെ നമ്മുടെ അധ്വാനത്തിൽ നിന്ന്, നമ്മുടെ കഠിന പ്രയത്നത്തിൽ നിന്നുള്ളത് കൊണ്ട് നാം ഭക്ഷിക്കുവാനും നമുക്കുള്ളവരെ പ്രൊവൈഡ് ചെയ്യുവാനുമാണ് നമ്മോട് കർത്താവ് ഓർപ്പിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുക, തനിക്കും തൻ്റെ കുടുംബത്തിനു വേണ്ടി കരുതുക, ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. അങ്ങനെ മറ്റുള്ളവർക്കും കുടുംബത്തിനും അനുഗ്രഹമായി തീരുക. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറവാൻ ആഗ്രഹിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുക, തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി കരുതുക, മിച്ചമുള്ളത് പങ്കുവെക്കുക, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുക. ഇതാണ് സമ്പത്തിനോടുള്ള ബന്ധത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നത്. അവിടെ അധ്വാനം കൂടാതെയുള്ള സമ്പത്ത് ഒരിക്കലും ദൈവികമല്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അത്ഭുതങ്ങൾ ദൈവം ചെയ്യത്തില്ല. അത് നിങ്ങളുടെ അധ്വാനത്തിലൂടെ മാത്രം നിങ്ങൾ ഉയരുവാനാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. ആ തിരിച്ചറിവോടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പക്ഷം സാമ്പത്തികമായി നാം വർദ്ധിക്കേണ്ടതിന് നമുക്ക് അധ്വാനിക്കുവാനുള്ള ഫീൽഡുകൾ ദൈവം തരും. അതൊരു ശുശ്രൂഷകൻ അവൻ്റെ ശുശ്രൂഷയായിരിക്കാം. ലോകപരമായി ജോലി ചെയ്യുന്ന ഒരുവന് അവൻ വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നത് നിമിത്തം ലഭിക്കുന്ന ഒരു ഉയർച്ചയായിരിക്കാം. ഏതു വിധത്തിലും നാം വർദ്ധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ തിരിച്ചറിവുകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒത്തിരി പ്രയോജനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മെ വർദ്ധിപ്പിക്കുവാനും നമ്മെ നടത്തുവാനും പരിപാലിക്കുവാനും ഒക്കെ കഴിവുള്ള പ്രാപ്തനായ നമ്മെ സ്നേഹിക്കുന്ന അപ്പൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്വർഗീയ പിതാവേ, നന്ദി പറയുന്നു. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ഈ ദൈവദിന ഭാഗങ്ങൾ ഞങ്ങളുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തി ഒരു ദൈവരാജ്യത്തിലുള്ള ഒരു ദൈവ പൈതലിൻ്റെ മനോഭാവത്തിലേക്ക്, അതിൻ്റെ വളർച്ചയിലേക്ക് ഞങ്ങളെ തിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. ഈ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കേണ്ടതിന് സ്വർഗീയ കരങ്ങളിൽ തരുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ.